തുടർച്ചയായ മത്സരങ്ങളിൽ തോൽവിയില്ലാത്തതിൻ്റെ പേരിൽ വലിയ ആത്മവിശ്വാസത്തിലെത്തിയ ഓസ്ട്രിയൻ താരങ്ങളും കോച്ചും അർജന്റീനയെ വെല്ലുവിളിക്കുന്നുണ്ട്. മത്സരത്തിൽ സർവാധിപത്യം പുലർത്തുമെന്ന് ഓസ്ട്രിയ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ മത്സരത്തിൽ സംഭവിച്ചത് സ്കലോണിയുടെ പ്ലാനുകൾക്കനുസരിച്ച് മാത്രമായിരുന്നു. ലിയോയുടെ ആട്ടത്തിൽ ഓസ്ട്രിയയും തീർന്നു. മെസ്സിയുടെ ഇരട്ട ഗോൾ മാജിക്കിൽ ഓസ്ട്രിയ 2-0 എന്ന സ്കോറിന് തകർന്നു തരിപ്പണമായി. ഫ്രാൻസിനെയും നെതർലാൻഡിനെയും നോർവേയെയും എല്ലാം വിറപ്പിച്ച ഓസ്ട്രിയക്ക് എന്തുകൊണ്ട് അർജന്റീനയുടെ ഗോൾ വലം ലക്ഷ്യമാക്കാൻ സാധിച്ചില്ല? ഗോൾ കീപ്പറെ പരീക്ഷിക്കാവുന്ന ഒരു ഷോട്ട് പോലും അർജന്റീൻ ഗോൾ പോസ്റ്റിലേക്ക് വന്നിട്ടില്ല. ഗോൾ മുഖങ്ങളിൽ ഡിഫൻഡേഴ്സിനെ മറികടന്നുകൊണ്ട് ഒരു ഓസ്ട്രേലിയൻ താരവും കുതിച്ചിട്ടില്ല. ലിസാൻഡ്രോ മാർട്ടിനസ് എന്ന കുഞ്ഞു മനുഷ്യന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ഓസ്ട്രിയ തവിടുപൊടിയായി. മോഡേൺ ഫുട്ബോൾ കളിക്കുന്ന, ഹൈ ഇന്റൻസിറ്റി ഫുട്ബോൾ കളിക്കുന്ന, കൗണ്ടർ അറ്റാക്കുകളെ പ്രണയിക്കുന്ന ഓസ്ട്രിയക്ക് എന്തുകൊണ്ട് അർജന്റീൻ ഗോൾ വല ലക്ഷ്യമാക്കാൻ സാധിച്ചില്ല? അതിന് ഉത്തരം ലിസാൻഡ്രോ മാർട്ടിനസ് എന്ന പേരിലേക്ക് ഉയരും. ഇന്നത്തെ മത്സരത്തിൽ ഓസ്ട്രിയൻ താരങ്ങളെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു ലിസാൻഡ്രോ. പന്ത് സ്വീകരിക്കാൻ ഒരു ഓസ്ട്രിയൻ താരം വന്നാൽ അപ്പോൾ തന്നെ ഹൈ പ്രസ്സിങ്ങിലൂടെ മറുപടി നൽകുക. ഉയരം കൂടിയ ഓസ്ട്രേലിയൻ താരങ്ങൾ പലതവണ ഹൈബോൾ പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നേരിട്ട 4 ഡ്യുവൽ സോണുകളും വിൻ ചെയ്ത ലിസാൻഡ്രോ അവരുടെ ഉയരക്കൂടുതലിനെ ചിലപ്പോൾ പരിഹസിച്ചിട്ടുണ്ടാകും. നേരിട്ട എല്ലാ ഹൈബോളുകളും അദ്ദേഹം വിൻ ചെയ്യുകയാണ് ഉണ്ടായത്. ഇന്നത്തെ മത്സരത്തിൽ അസാധ്യ പ്രകടനം നടത്തുകയായിരുന്നു ലിസാൻഡ്രോ. ഒന്നെങ്കിൽ ബോളിനെ മാത്രം കയറ്റിവിടും, അല്ലെങ്കിൽ പ്ലെയറിനെ മാത്രം കയറ്റിവിടും. രണ്ടുപേരെയും ഒരുമിച്ച് ആ വര കടന്നു പോകാൻ ലിസാൻഡ്രോ ഇന്ന് സമ്മതിച്ചിട്ട് പോലുമില്ല. ശക്തർക്കെതിരെ അർജന്റീന കളിച്ചിട്ട് ഒരുപാട് കാലങ്ങളായി. അർജന്റീൻ ഡിഫൻസിന് പഴയ പ്രതാപമില്ലെന്ന് പറഞ്ഞവർ കാണുക. ഹൈ ഇന്റൻസിറ്റി ഫുട്ബോളുമായി വന്ന അർജന്റീനയെ പരീക്ഷിക്കാനൊരുങ്ങിയ ഓസ്ട്രിയക്ക് അർജന്റീൻ ഗോൾ കീപ്പർ എമിലിയാനോയെ ഒന്ന് പരീക്ഷിക്കാൻ പോലും സാധിച്ചിട്ടില്ല. അതിന് മറ്റൊരു മാർട്ടിനസായ ലിച്ച മാർട്ടിനസ് സമ്മതിച്ചിട്ടില്ല. ലിസാൻഡ്രോ മാർട്ടിനസും ക്യൂട്ടി റോമിറോയുമുള്ള കൂട്ട് ഒന്ന് വേറെ തന്നെയായിരുന്നു. ഏതായാലും ഇത്തവണയും അർജന്റീൻ ഡിഫൻസ് സ്ട്രോങ് ആണെന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ലിച്ചയുടെ ഫോം.